നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാഞ്ഞാൾ ഡിവിഷനിൽ വികസന സംഗമം നടന്നു. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടി അധ്യാപകനായ ഡോക്ടർ ER ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന പദ്ധതി വർഷങ്ങളിൽ മികവാർന്ന വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഡിവിഷൻ സദസ്സുകൾക്ക് തുടക്കമിട്ടത്. ബ്ലോക്ക് പഞ്ചായത്തിലെ പാഞ്ഞാൾ ഡിവിഷനിൽ നടന്ന വികസന സംഗമം അധ്യാപകനായ ഡോക്ടർ ER ശിവപ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തൊക്കെയാണ് ആ പദ്ധതികൾ എന്നതാണ്. ആ നോട്ടീസിനകത്ത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ റോഡുകളുടെ വികസനമല്ല, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കെട്ടിടങ്ങളല്ല, മറിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്നതാണ് അവർ ഈ നോട്ടീസിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഈ നോട്ടീസിലൂടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അതിലൊന്ന്, മനസ്സിനെ സ്പർശിക്കുന്ന ഒന്ന്, ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സെന്ററാണ്. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സെന്റർ. വ്യത്യസ്തമായ ശേഷികളുമായി വീടിനകത്ത് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ വീടിൻ്റെ അതുവരെയുള്ള താളം തന്നെ തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ആ കുട്ടികളെ ചേർത്ത് പിടിക്കാനും ആ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നതിനും അവരുടെ രക്ഷിതാക്കളുടെ ആകുലതകളിൽ പങ്കുചേരുന്നതിനും എപ്പോഴും വീഴാൻ കാത്തു നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികൾ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച് അവർ ചിരിക്കുമ്പോൾ ആ ചിരിക്ക് പിന്തുണയൊരുക്കുവാൻ ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സെന്ററിലൂടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നത്. അതാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ രാഷ്ട്രീയമായിരുന്നു ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് ശിഷ്ടകാലത്തെ ഭരണ സംവിധാനത്തിൽ അത്തരം വിഷയങ്ങൾ കൂടി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരാശയം സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച് അതിൻ്റെ കൂടി ചൂട് പിടിച്ചുകൊണ്ടാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. വികസനം എന്ന കാഴ്ചപ്പാട് അത് കേവലം റോഡിലോ ബിൽഡിങ്ങിലോ അതല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ പോലെയുള്ള മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ വർധനവിലോ മാത്രമല്ല. യഥാർത്ഥ വികസനം സാധ്യമാകുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കപ്പെടുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കപ്പെടുന്ന, താങ്ങും തണലും അർഹിക്കുന്ന വയോജനങ്ങളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സമസ്ത മേഖലയിലുമുള്ള വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാനപരമായ നയങ്ങളും പദ്ധതികളും, അതാണ് യഥാർത്ഥ വികസനമെന്ന് നാം മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി. നമ്മുടെ ആസൂത്രണ പ്രക്രിയ ഒരു 3 ടയർ സംവിധാനമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതിനു പുറമെ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എന്ന നിലയിലാണ് നമ്മുടെ ആളുകളിലേക്ക് സേവനവും പശ്ചാത്തല മേഖലയും പട്ടികജാതി വിഭാഗത്തിൻ്റെ സേവനങ്ങളും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ സേവനങ്ങളും അതുപോലെ തന്നെ യുവാക്കളിൽ ആവശ്യമായ സേവനങ്ങളും ഒക്കെ ചെയ്തു വരുന്നത് ഈ 3 ടയർ സംവിധാനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകൾ തന്നെയാണ്. ഗ്രാമസഭകൾ ചേരുകയും ഗുണഭോക്താക്കളുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ആ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പദ്ധതി വീതം വിനിയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കളുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു ഇടപെടലല്ല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്നത്. മറ്റ് തദ്ദേശ സ്ഥാപനവുമായി അതിൻ്റെ ഫണ്ട് വിഹിതം ഷെയർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. സംഘാടക സമിതി കൺവീനർ C. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AE ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK രാജശ്രീ, ഉഷ, അശ്വതി,
ലതാ ഭാസ്കർ, സംഘാടക സമിതി അംഗം യു പ്രവീൺ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ.